ഇന്ന് ആമി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടതാണ്. നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? ആമി പറഞ്ഞത് കേട്ടോ, അമ്മ ഷോപ്പിങ്ങിന് പോയിക്കോ, ആമി പാർക്കിൽ കളിച്ചോളാം. നമ്മൾ ലുലുവിലാണേ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് മെട്രോ കിട്ടി. നമ്മൾ ചെന്നപ്പോൾ തന്നെ 5 മിനിറ്റ്സ് മെട്രോ വന്നു. നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനമാണെങ്കിൽ പോലും കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ലുലുവിലൊരു ഓഫറിലൊരു സാധനമുണ്ട്, അത് പോയി വാങ്ങിക്കാൻ. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ്, അത് തീരുന്നതിന് മുമ്പേ പോയി വാങ്ങിക്കാൻ. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടത്. അപ്പം ആമി അവിടെ ചെന്നപ്പോൾ തൊട്ട് ഒരു വിശക്കുന്നു എന്നാണ് പറഞ്ഞത്. സാധാരണ കുട്ടികളെല്ലാവരും അങ്ങനെ ആണല്ലോ. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കോർട്ടിൽ കൊണ്ടുപോയിട്ട്, കുറച്ച് ദിവസമായിട്ട് എന്നോട് ബർഗർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ വിചാരിച്ചു മെക്റ്റിയാണ് തപ്പിയത്, പക്ഷെ നമുക്ക് കിട്ടിയത് ബർഗർ കിങ്ങാണ്. ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പ്ലേ ഏരിയയിൽ കളിക്കാൻ പോയി. ഞാനല്ല ആമി പോയി. എന്നിട്ട് ഞാൻ മേടിക്കാൻ വന്ന സാധനം വാങ്ങിക്കാനും പോയി. നമുക്ക് മേടിക്കേണ്ട സാധനത്തെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കൺഫ്യൂഷനൊന്നുമില്ല. സാധനം പോയി കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ലയെന്ന് തോന്നി. പിന്നെ നമ്മളതങ്ങ് പാക്ക് ചെയ്ത് മേടിച്ചു. അതിൻ്റെ കൂടെ എനിക്ക് ഈ സാധനവും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ എന്താണോ വാങ്ങിക്കാൻ പോകുന്നത്, വാങ്ങിക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ നമ്മൾ വാങ്ങിക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫോൺ കേസും മേടിച്ചിട്ട് ഞാനിത് ബാഗേജ് കൗണ്ടറിലൂടെ വെച്ചതിന് ശേഷം ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് ആമിയുടെ പ്ലേയിങ് ടൈം കഴിഞ്ഞത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് ആമിയെ വിളിക്കാൻ ചെന്നു. എന്ത് പറ്റി? ആമി അവിടെ എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്. അതാണ് കുട്ടി പറഞ്ഞത് ഞാൻ പറയട്ടെ എന്ന്. കരയാൻ തുടങ്ങി. അവിടെ താഴെ ക്യാൻഡി ഉണ്ടാക്കുന്നൊരു മെഷീനുണ്ടല്ലോ, അവിടെ നിന്ന് എപ്പോഴും നമ്മൾ ക്യാൻഡി മേടിക്കാറുണ്ട്. അവർക്ക് ക്യാൻഡി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയോ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറ്റി ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആപ്പിളൊക്കെ എടുക്കുന്നുണ്ട്. അവർക്ക് കൊച്ചിനത് ഭയങ്കര ഇഷ്ടമാണ്. ഷോ മാത്രമേ ഉള്ളൂ. പിന്നെ അവളായി തള്ളിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇപ്പം നോമ്പ് തുറയായ കാരണം ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലൊക്കെ അടിച്ചിട്ട് മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ആമി കൈയൊക്കെ കഴുകി നമ്മൾ താഴെ വന്ന് ആമിക്കൊരു ഷൂ മേടിക്കാൻ വന്നു. അങ്ങനെ ആമിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷൂ കിട്ടി. അവിടുന്ന് പിന്നെ ഞാൻ വന്നത് മെട്രോയിലാണെങ്കിൽ പോയി തിരിച്ച് ഈ സാധനങ്ങളൊക്കെ എടുത്ത് മെട്രോയിൽ പോകാനുള്ള ശേഷി എനിക്കില്ലാത്ത കാരണം ഞാനൊരു ഊബർ വിളിച്ചാണ് തിരിച്ച് വീട്ടിൽ പോയത്. അപ്പോൾ ടാറ്റ ബൈ ബൈ.